ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് മോന് ക്ലാസ് ഉണ്ട്. മോൾക്ക് ക്ലാസ് ഇല്ല കേട്ടോ, കാരണം അവൾക്ക് എക്സാമൊക്കെ വരികയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി ലീവിൽ ആണ് അവൾക്ക്. അപ്പം ഇന്ന് അവൾക്ക് ക്ലാസ് ഇല്ല. അപ്പം മോന് പോകണം. അപ്പം അതുകൊണ്ട് ഞാനൊരു 6 മണിക്കൊക്കെ എണീറ്റു. പിന്നെ അതാ ചായയൊക്കെ ഉണ്ടാക്കി. ഇപ്പം രാവിലെ ദോശയാണ് ഇവിടെ. പിന്നെ അധികം എല്ലാ ദിവസവും ദോശ തന്നെയായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ബുക്ക് ചെയ്യാനുള്ള കാലാവധിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഞാൻ അടുപ്പിലാണ് കേട്ടോ ചോറൊക്കെ വെക്കണത്. പിന്നെ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിങ്കോന് പാല് കൊടുക്കുകയാണ് കേട്ടോ. അവൻ്റെ പേര് ബിങ്കോ എന്നാണ്. അപ്പോൾ അത് അവന് പാലും രാവിലെ ബിസ്ക്കറ്റും കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ചട്നിയും ചമ്മന്തിയൊക്കെ അരയ്ക്കണം. പിന്നെ ഉച്ചക്കലേക്ക് കൂട്ടാനും ചോറൊക്കെ വെക്കണം കേട്ടോ. എല്ലാം ചെയ്യണം. പക്ഷെ ഇന്നലെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ മിറ്റടിക്കാറ്. പക്ഷെ ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ മിറ്റടി കഴിഞ്ഞിട്ടാവാം അടുക്കള പണിയെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയിൽ മോൻ പോയി കേട്ടോ. അവന് പെട്ടെന്ന് 2 ദോശ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് അവൻ പോയി. അവന് പിന്നെ ഫുഡ് കൊടുത്ത് വിടുകയൊന്നും വേണ്ട. അവന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് അവൻ ഫുഡ് കഴിക്കുക. പിന്നെ ഞാനിവിടെ മതിലിൻ്റെ മുകളിൽ കണ്ടോ കുറച്ച് വെള്ളം വെക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൽ ഫുള്ളും വെള്ളം വെക്കും. കാക്കകളോ കിളികളോ എന്തെങ്കിലും വന്ന് കുടിച്ച് പോയിക്കോട്ടെ, നല്ല ചൂടല്ലേ. അപ്പം ഞാനങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു സമാധാനത്തിന്. ചിലപ്പോൾ കാക്കയൊക്കെ വന്ന് കുടിക്കണ കാണാം. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് അരിയുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ ചട്നി അരയ്ക്കാൻ വേണ്ടി ഞാൻ മുളക് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. പച്ചമുളകൊക്കെ അതിൽ മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിന് വന്നായിരുന്നു പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഏട്ടനിവിടെ ചുവന്ന മുളകിട്ട ചട്നിയാണ് കേട്ടോ ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ഒക്കെ കൂടുതലിഷ്ടം. പക്ഷേ എനിക്കും കുട്ടികൾക്കും പച്ചമുളകിട്ട് അരച്ച ചട്നിയാണ് ഇഷ്ടം. അങ്ങനെ മുളകൊക്കെ പൊട്ടിച്ച് പോയി. ഞാൻ പച്ചമുളകും ചുവന്ന മുളകും കൂടിയിട്ട് ചട്നി അരച്ചു കേട്ടോ. 2 കളറിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങനെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ കടുകൊക്കെ വറുത്തിട്ടു. അപ്പം ഇന്ന് അടുപ്പിൽ തന്നെ ദോശ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തിരക്കുള്ള ദിവസമാണെങ്കിലൊന്നും പറ്റില്ല. അത് രാവിലെ വലിയ തിരക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അടുപ്പിൽ ദോശ ഉണ്ടാക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അടുപ്പിൽ തന്നെ ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാൻ അടുപ്പിൽ തന്നെ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ നിൽക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ചിലപ്പോൾ കരിയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. വേറെ സുഖമായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴുകുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ളതും ഇഷ്ടമില്ലാത്തതും ആയിട്ടുള്ള മെയിനായിട്ടുള്ള പണി പാത്രം കഴുകുക എന്നുള്ളതാണ് കേട്ടോ. എനിക്കതിങ്ങനെ സിങ്കിൽ കൂടി കണ്ടാൽ തന്നെ ആകെ ദേഷ്യം വരും. എനിക്കിഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ പാത്രം കഴുകുക. അപ്പോൾ പാത്രം കഴുകിക്കഴിഞ്ഞാൽ അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തോ ഏറ്റവും വലിയൊരു പണി കഴിഞ്ഞൊരു ഫീലാണ്. തുണി കഴുകാനൊക്കെ എത്രയായാലും എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് കൊല്ലണതിന് തുല്യമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇഷ്ടമില്ലാത്ത പണിയല്ലേ വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ അടുക്കള വൃത്തിയാക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ തുടയ്ക്കണ അടുപ്പിൻ്റെ അവിടെയാണ് കേട്ടോ എൻ്റെ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നത് ഇത്രയും ദിവസം. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാം എന്നുള്ളതായപ്പോഴാണ് ഞാൻ സ്റ്റൗ എടുത്ത് സ്ലാബിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയത് കേട്ടോ. പുകയില്ലാത്ത അടുപ്പാണ്. പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം കരിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ കത്തിക്കുമ്പോൾ. പിന്നെ എനിക്ക് അധികം വിറകൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അടുപ്പൊന്നും കത്തിക്കാത്തത്. കണ്ടോ ഗ്യാസ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇവിടെ ആയിരുന്നു ശരിക്കും ഗ്യാസിൻ്റെ സാധനം ഉണ്ടായിരുന്നത്. പിന്നെ അടുപ്പ് കത്തിക്കാത്തായപ്പോൾ ഞാനത് അടുപ്പിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ മാറ്റിയിട്ടോ. അപ്പോൾ അത് അടുക്കള പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് നന്നായി വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തൊന്ന് സോപ്പ് വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം നല്ല ചൂടാണ്. പിന്നെ രണ്ടാമത് എനിക്ക് നേരത്തെ തല കഴുകിക്കഴിഞ്ഞാൽ എനിക്ക് ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം നല്ലോണം അലർജിയുടെ. അപ്പോൾ പെട്ടെന്ന് ജലദോഷം തലവിങ്ങലൊക്കെ വരിക കാരണം ഞാൻ എത്രത്താണ്ട് വൈകിട്ടാണ് ഞാൻ കുളിക്കുക. കഴിവതും എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുളിക്കുക കേട്ടോ. കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്നതിനോട് എനിക്ക് തീരെ ഇഷ്ടമില്ല. കുളി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ഫോണൊക്കെ നോക്കി വെറുതെ ഇരിക്കാനും കിടക്കാനൊക്കെ ഉണ്ടോ കൂടുതലിഷ്ടം. അപ്പം ഞാൻ ഗ്യാസൊക്കെ വൃത്തിയായി തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി വേണം കേട്ടോ ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട്. അടുക്കള ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുക്കാൽ സമാധാനമായി കേട്ടോ.
പിന്നെ അടുക്കള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഊണ് കഴിച്ചോ? ഞങ്ങളിത് ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ സാധാ കുമ്പളങ്ങയും മത്തനും കൂടി മോരൊഴിച്ച് കൂട്ടാനാണ് കേട്ടോ. പിന്നെ കാബേജ് ഉപ്പേരി. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ അവക്കായ. ഇത് ആന്ധ്ര സ്റ്റൈൽ മാങ്ങാച്ചാറാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇനി വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് പപ്പടം. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഊണിന്. അപ്പോൾ ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഊണ് കഴിഞ്ഞ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടക്കും കേട്ടോ. ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ ഫോൺ നോക്കി കിടക്കും. 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മോൻ വരും കേട്ടോ. പിന്നെ അവന് ചോറൊക്കെ കൊടുത്ത് കുറച്ച് നേരം കൂടി വിശ്രമിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരു 4 മണിക്ക് എണീറ്റ് ചായയൊക്കെ വെച്ച് അതിന് ശേഷം ഇന്ന് ഒരു കായക്കൊല കൊത്താണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.